السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സുന്ന ഫിഖ് ഡെസ്കിലേക്ക് സ്വാഗതം. കർമ്മശാസ്ത്രം ഒരു മനുഷ്യൻ എങ്ങനെയാകണമെന്നും എങ്ങനെ ആകരുതെന്നും വളരെ നിഷ്കർഷമായി പ്രതിപാദിക്കുന്ന ഇസ്ലാമിക ശാഖയാണ് കർമ്മശാസ്ത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് പകർന്നു കൊടുത്ത ഇജ്തിഹാദിന്റെ പാഠങ്ങൾ പിന്നീട് വന്ന പണ്ഡിതർ ഏറ്റെടുത്തു. പിന്നീട് അവർ ഖുർആനും ഹദീസും ഇസ്തിംബാത്ത് ചെയ്തുകൊണ്ട് ക്രോഡീകരിച്ചതാണ് മദ്ഹബുകൾ. 12ഓളം മദ്ഹബുകൾ ലോകത്ത് ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് നിലവിലുള്ളത് വെറും 4 മദ്ഹബ് മാത്രമാണ്. പണ്ഡിതന്മാരുടെ ചില വിഷയങ്ങളിലുള്ള വീക്ഷണ വ്യത്യാസങ്ങളാണ് മദ്ഹബിന്റെ പിന്നിൽ. ഇന്നീ ചർച്ചയ്ക്ക് പ്രധാന കാരണം ലോകം ഇന്ന് ട്രെൻഡുകളുടെ പിറകിലൂടെയാണ്. ഓരോ പുതിയ ട്രെൻഡ് രൂപപ്പെടുമ്പോഴും അതിലെ ഇസ്ലാമിക മാനം ആരും നോക്കുന്നില്ല. ഇനി അഥവാ നോക്കുകയാണെങ്കിൽ മദ്ഹബുകളിലെ ദുർബലമായ ഖൗലുകൾ സ്വീകരിച്ചുകൊണ്ട് അതിനെ സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന പ്രവണത നമുക്ക് കാണാൻ സാധിക്കും. ഇന്നീ ചർച്ചയിൽ നമുക്ക് 4 മദ്ഹബുകളെ പ്രതിനിധീകരിച്ച് 4 പണ്ഡിതന്മാർ നമുക്ക് വന്നിട്ടുണ്ട്. ഷാഫി മദ്ഹബിനെ പ്രതിനിധീകരിച്ച് റിയാസ് ഉസ്താദും, ഷാഫി മദ്ഹബിനെ പ്രതിനിധീകരിച്ച് റബി ഉസ്താദും, ഹംബലി മദ്ഹബിനെ പ്രതിനിധീകരിച്ച് റിയാസ് ഉസ്താദും, മാലിക്കി മദ്ഹബിനെ പ്രതിനിധീകരിച്ച് സുഹൈൽ ഉസ്താദും, ഹനഫി മദ്ഹബിനെ പ്രതിനിധീകരിച്ച് റബി ഉസ്താദുമാണ് നമ്മോട് സംവദിക്കാൻ വന്നിട്ടുള്ളത്. ജനഹിതമനുസരിച്ചുള്ള ചോദ്യങ്ങളാണ് നാം തയ്യാറാക്കിയിട്ടുള്ളത്. നോമ്പ് ഒരു മനുഷ്യന് അത്യാവശ്യമായ നിർബന്ധമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ചോദ്യം, ഹനഫി മദ്ഹബ് പ്രകാരം ഷഅബാൻ 30 പൂർത്തിയായാൽ മാസം കണ്ടു എന്നത് പണ്ഡിതന്മാർക്ക് അവിതർക്കിതമാണ്. എന്നാൽ 29 പൂർത്തിയാൽ മാസം കണ്ടാൽ അതിനെ എങ്ങനെ സ്ഥിരപ്പെടുത്താമെന്ന് നമുക്ക് ഹനഫി മദ്ഹബിന്റെ വീക്ഷണ പ്രകാരം നോക്കാം. ഹനഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ഷഅബാൻ 29-ന് മാസം കാണുന്ന വിഷയത്തിലുള്ളത്, അസ്തമയ സമയത്ത് ആകാശം തെളിഞ്ഞതാണെങ്കിൽ അഥവാ കാർമേഘം മൂടിയിട്ടില്ലെങ്കിൽ അവിടെ വിശ്വസിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ വന്ന് പറഞ്ഞാൽ മതി. ഇനി ആകാശം ഇരുണ്ടതാണ്, മേഘം കാരണം ആകാശം തെളിഞ്ഞു കാണുന്നില്ല എങ്കിൽ മുസ്ലിമായ മുകല്ലഫായ ഒരാൾ സാക്ഷിയും വേണം എന്നാണ് ഹനഫി മദ്ഹബിന്റെ കൗല്. ഈ വിഷയത്തിൽ മാലിക്കി മദ്ഹബിന്റെ വീക്ഷണ വ്യത്യാസം നമുക്ക് ചോദിച്ചറിയാം. ഷഅബാൻ 29-ന്റെ രാത്രി ആകാശം തെളിഞ്ഞില്ലെങ്കിലും ഇല്ലെങ്കിലും നീതിമാന്മാരായ, അതായത് ആദിലായ 2 വ്യക്തികൾ സാക്ഷ്യം വഹിക്കൽ കൊണ്ട് നോമ്പ് സ്ഥിരപ്പെടും. അല്ലെങ്കിൽ കളവിന് സാധ്യതയില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ സാക്ഷ്യപ്പെടുത്തൽ കൊണ്ടും നോമ്പ് സ്ഥിരപ്പെടും. ഇനി അതിലല്ലാത്ത ഒരു സാധാരണ വ്യക്തി നിലാവ് കണ്ടെന്ന് സ്ഥിരപ്പെടുത്തിയാൽ അത് അവൻക്ക് മാത്രമാണ് ബാധകമാകുന്നത്. മറ്റുള്ളവർ ഇതിൽ നിന്ന് ഒഴിവാകുന്നതാണ്. കേരളത്തിൽ വളരെ പ്രചുല പ്രചാരം നേടിയ ഷാഫി മദ്ഹബിന്റെ അഭിപ്രായം നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ മദ്ഹബിന്റെ വീക്ഷണ പ്രകാരം പ്രധാനമായും ഈ ഷഅബാൻ 29-ന് മാസം കാണലുമായി ബന്ധപ്പെട്ട് 3 സാധ്യതകളാണുള്ളത്. ഒന്ന്, ഒരു ആദിലായ വ്യക്തിയാണ് മാസം കണ്ടതെന്ന് ഖാദിയുടെ അടുക്കൽ പോയിട്ട് സാക്ഷ്യപ്പെടുത്തുന്നതെങ്കിൽ അതിനെ ഖാദി സ്ഥിരപ്പെടുത്തുകയും ചെയ്താൽ ആ നാട്ടുകാർക്ക് നോമ്പ് നിർബന്ധമാകും. ഇനി രണ്ടാമത്തേത്, ആദിലല്ലാത്ത ഒരു വ്യക്തിയാണ് മാസം കണ്ടതെങ്കിൽ ആ കണ്ടവനിക്കും അവനെ വിശ്വാസമുള്ളവർക്കും നോമ്പ് നിർബന്ധമാകുന്നതാണ്. ഇനി മൂന്നാമത്തെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ,
ആദിലല്ലാത്ത ഒരു കൂട്ടം ആളുകൾ, അതായത് കളവിൻ്റെ മേൽ യോജിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കൂട്ടം ആളുകളാണ് ഈ മാസം കണ്ടത് എന്ന് ഖാദിയുടെ അടുക്കൽ പോയിട്ട് സാക്ഷ്യപ്പെടുത്തുകയും അത് ഖാദി സ്ഥിരപ്പെടുത്തുകയും ചെയ്തതെങ്കിൽ ആ നാട്ടുകാർക്ക് നോമ്പ് നിർബന്ധമാകുന്നതാണ്. ഈ മൂന്നവസ്ഥയിലും ആകാശം തെളിഞ്ഞതാവട്ടെ മേഘാവൃതമാവട്ടെ അതിവിടെ ഒരു വിഷയമേ അല്ല. ഈ വിഷയത്തിൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹംബലി മദ്ഹബിന്റെ വീക്ഷണങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. റിയാസ് ഉസ്താദ്. ഹംബലി മദ്ഹബ് അനുസരിച്ച് ഷഅബാന്റെ 29 സൂര്യാസ്തമയ സമയത്ത് ആകാശം തെളിഞ്ഞില്ലെങ്കിലും ആകാശം മേഘാവൃതമാണെങ്കിൽ അന്നു രാത്രി റമളാനിന്റെ നിയത്ത് വെച്ച് നോമ്പ് നോക്കൽ നിർബന്ധമാണ്. ഇനി പകലിൽ അത് ഷഅബാൻ 30 വ്യക്തമായാൽ ആ നോമ്പിനെ പൂർത്തിയാക്കൽ നിർബന്ധമില്ല. മാഷാ അല്ലാഹ്, നല്ല നല്ല അഭിപ്രായങ്ങളാണ് 4 മദ്ഹബിലെ പണ്ഡിതന്മാർ രൂപപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ജനഹിതമനുസരിച്ചുള്ള ജനങ്ങൾ വളരെയേറെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് നോമ്പിന്റെ ഫർളും ഷർത്തും. നമുക്ക് വീണ്ടും ഹനഫി മദ്ഹബിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് നിങ്ങൾ ഹനഫി മദ്ഹബ് അനുസരിച്ച് നോമ്പിന്റെ ഫർളും ഷർത്തും? ഹനഫി മദ്ഹബ് അനുസരിച്ച് നോമ്പിന്റെ ഫർള് ഒന്ന് മാത്രമേ ഉള്ളൂ: നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഇനി ഷർത്തിലേക്ക് വരികയാണെങ്കിൽ പ്രായപൂർത്തി, ബുദ്ധിയുള്ളവൻ, അതേപോലെ തന്നെ ആരോഗ്യമുള്ളവൻ, മുസ്ലിമായവൻ, യാത്ര ചെയ്യാത്തവൻ, ഇവരാണ് ഷർത്തായിട്ട് പറയുന്നത്. ഇനി നോമ്പ് അദാ ആവാനുള്ള ഷർത്ത് പറയുന്നത് ഒന്ന് ഹൈള്, നിഫാസ് എന്നിവയിൽ നിന്ന് മോചിതയാവണം. അതേപോലെ തന്നെ നിയ്യത്ത്. ലോകത്ത് വളരെ കുറച്ച് പ്രചാരകരുള്ള എന്നാൽ വളരെ പ്രിസൈസായ മത നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന മാലിക്കി മദ്ഹബിന്റെ അഭിപ്രായം നമുക്ക് അറിയാം. മാലിക്കി മദ്ഹബ് അനുസരിച്ച് ഷർത്തിൽ വലിയ ഇഖ്തിലാഫ് തന്നെയുണ്ട്. ചില ആൾക്കാർ ഒന്നാണെന്ന് പറഞ്ഞവരുണ്ട്, ചില ആൾക്കാർ രണ്ടാണെന്ന് പറഞ്ഞവരുണ്ട്. രണ്ടാണെന്ന് പറഞ്ഞവർ ഒന്നാമത്തെ നിയത്തും രണ്ടാമത്തത് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ തൊട്ട് വെടിഞ്ഞു നിൽക്കലാണ്. ഒന്നാണെന്ന് പറഞ്ഞവർ അവർ നോമ്പ് മുറിയുന്ന കാര്യം തൊട്ട് വെടിഞ്ഞു നിൽക്കുക മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. നിയത്തിനെ അവർ ഷർത്തിൽ ഉൾപ്പെടുത്തി. അങ്ങനെ നോമ്പിന്റെ ഷർത്തുകൾ 3 തരമുണ്ട്. ഒന്ന് നോമ്പ് നിർബന്ധമാക്കാനുള്ള ഷർത്ത്, 2 നോമ്പ് സ്വഹിയാകാനുള്ള ഷർത്ത്, മൂന്നാമത്തേത് നോമ്പ് നിർബന്ധമാകാനും സ്വഹിയാകാനുള്ള ഷർത്താണ്. നോമ്പ് നിർബന്ധമാകാനുള്ള ഷർത്ത് 2 തരമാണ്. ഒന്ന് പ്രായപൂർത്തിയാവുക, അതേ രൂപത്തിൽ നോമ്പ് മുറിയുന്ന കാര്യം നോമ്പ് എടുക്കാൻ സാധിക്കുന്നവനായിരിക്കുക. അതേ രൂപത്തിൽ നോമ്പ് സ്വഹിയാകാനുള്ള മാത്രം ഷർത്തുകൾ 3 ഒന്ന് മുസ്ലിം ആയിരിക്കുക, രണ്ടാമത്തേത് നോമ്പ് സ്വീകരിക്കുന്ന സമയത്തായിരിക്കുക, അതായത് പെരുന്നാൾ ദിവസമോ അയ്യാമ തശ്രീക്കോ അല്ലാത്ത ദിവസങ്ങളിലായിരിക്കുക, മൂന്നാമത്തേത് നിയ്യത്ത് ആണ്. ആ രൂപത്തിൽ നോമ്പ് സ്വഹിയാകാനും നിർബന്ധമാകാനുള്ള ഷർത്ത് 3 ഒന്ന് ബുദ്ധിയുള്ള വ്യക്തി ആയിരിക്കുക, നിഫാസ്, ഹൈല് എന്നിവ ശുദ്ധി ആയ പെണ്ണായിരിക്കുക, ആ രൂപത്തിൽ റമദാൻ മാസത്തിലായിരിക്കുക എന്നാണ് മാലിക് മദ്ഹബിലെ വീക്ഷണം. ഫർളിനെയും ഷർത്തിനെയും ഒക്കെ വിവിധ മദ്ഹബുകൾ വിവിധ രീതിയിലാണ് എടുത്തു നോക്കുന്നത്. ഷാഫി അയിമത്തുകൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? നമ്മുടെ മദ്ഹബിന്റെ വീക്ഷണ പ്രകാരം നോമ്പിന് 2 ഫർളുകളാണുള്ളത്. ഒന്ന് നിയ്യത്ത്, 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കുക, അതായത് ആ കാര്യങ്ങളെ വർജിക്കുക. ഇനി നോമ്പിന്റെ ഷർത്തുകളെ നോക്കുകയാണെങ്കിൽ അതിനെ പ്രധാനമായും 2 തരമായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഒരു വ്യക്തിക്ക് നോമ്പ് നിർബന്ധമാകാനുള്ള ഷർത്ത്, പിന്നെ ഒന്ന് ആ നിർബന്ധമായ വ്യക്തിക്ക് ആ നോമ്പ് സ്വഹീഹാവാനുള്ള ഷർത്ത്. ആദ്യമായി നമുക്ക് നോമ്പ് നിർബന്ധമാകാനുള്ള ഷർത്ത് നോക്കാം. അത് 4 ഒന്ന് മുസ്ലിം ആവുക, 2 പ്രായപൂർത്തിയാവുക, 3 ബുദ്ധിയുള്ളവനായിരിക്കുക, 4 ശാരീരികപരമായും ദീനീപരമായും കഴിവുള്ളവനായിരിക്കുക. ഇനി ആ നോമ്പ് നിർബന്ധമായ വ്യക്തിക്ക് ആ നോമ്പ് സ്വഹീഹാവാൻ 3 ഷർത്തുകളാണുള്ളത്. ഒന്ന് പകലിൽ മുഴുവനും, അതായത് ആ നോമ്പിന്റെ സമയം മുഴുവനും അവൻ മുസ്ലിമായി തന്നെ നിലകൊള്ളണം, അതായത് ഇടയിൽ വെച്ച് മുർത്തദ്ദായി പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം. രണ്ടാമത്തേത് അവൻ ആ പകലിൽ മുഴുവനും ആ നോമ്പിന്റെ ആ സമയം മുഴുവനും ബുദ്ധി സ്ഥിരതയുള്ളവനായിരിക്കണം, ഇടയിൽ
ബുദ്ധി നീങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഇനി മൂന്നാമത്തേത്, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നോമ്പുകാരി ഹൈള്, നിഫാസ് എന്നിവയിൽ നിന്നൊക്കെ മുക്തി നേടിയവളായിരിക്കണം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഈ അഭിപ്രായത്തിലുള്ള വീക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഹംബലി മദ്ഹബ് അനുസരിച്ച് നോമ്പിന് ഒരു ഫർളാണുള്ളത്. നോമ്പിന്റെ ഫർള് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വെടിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. ഇനി നോമ്പിന്റെ ഷർത്ത് നോക്കുകയാണെങ്കിൽ നോമ്പിന്റെ ഷർത്തിനെ 3 രീതിയിൽ വിഭജിച്ചിട്ടുണ്ട്. 1, നോമ്പ് നിർബന്ധമാകാൻ മാത്രമുള്ള ഷർത്ത്. 2, നോമ്പ് സ്വഹീഹാകാൻ മാത്രമുള്ള ഷർത്ത്. 3, നോമ്പ് നിർബന്ധമാകാനും സ്വഹീഹാകാനുള്ള ഷർത്ത്. നോമ്പ് നിർബന്ധമാകാൻ മാത്രമുള്ള ഷർത്ത് അത് 3 എണ്ണമുണ്ട്. 1, മുസ്ലിം ആയിരിക്കുക. 2, പ്രായപൂർത്തിയായിരിക്കുക. 3, നോമ്പ് നോക്കാൻ കഴിവുണ്ടായിരിക്കുക. ഇനി നോമ്പ് സ്വഹീഹാകാൻ മാത്രമുള്ള ഷർത്ത് അത് 2 എണ്ണമാണ്. 1, നിയത്ത്. 2, ഹൈള് നിഫാസിൽ നിന്ന് മുക്തമായിരിക്കുക. ഇനി നോമ്പ് നിർബന്ധമാകാനും സ്വഹീഹാകാനുമുള്ള ഷർത്ത് 1, മുസ്ലിം ആയിരിക്കുക. 2, ബുദ്ധി ഉണ്ടായിരിക്കുക. 3, വകതിരിവ് ഉണ്ടായിരിക്കുക. ഇങ്ങനെയാണ് ഹംബലി മദ്ഹബ് അനുസരിച്ച് നോമ്പിന്റെ ഫർളും ഷർത്തും. നോമ്പിന്റെ ഫർളിന്റെ വിഷയത്തിൽ ഹംബലി മദ്ഹബും ഹനഫി മദ്ഹബും ഏകദേശം സാമ്യമാണ്. ഇനി അടുത്തതായി, നാം എല്ലാവരും നോമ്പ് നോക്കുന്നുണ്ട്. പക്ഷെ നോമ്പിന്റെ നിയത്ത് എപ്പോൾ വെക്കണമെന്ന് എല്ലാവർക്കും സംശയമുണ്ടാകുന്നുണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നാണല്ലോ ഹദീസ്. അതുപ്രകാരം ഓരോ മദ്ഹബിലും ഏതൊക്കെ സമയത്താണ് നോമ്പിന്റെ നിയത്ത് വെക്കൽ അനുവദനീയമെന്ന് നമുക്ക് നോക്കാം. ആദ്യം വീണ്ടും ഹനഫി മദ്ഹബിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ് ഹനഫി മദ്ഹബ് നിഷ്കർഷിക്കുന്നത്? നിയ്യത്ത് വെക്കുന്ന വിഷയത്തില് ഫർളിന്റെ നിയ്യത്താണെങ്കിൽ അസ്തമിച്ചത് മുതൽ, സൂര്യൻ അസ്തമിച്ച് മഗ്‌രിബിന്റെ ആ സമയം മുതൽ ഫജ്ർ ആകുന്നത് വരെയാണ് ഫർള് നോമ്പിന്റെ സമയം, ഫർള് നോമ്പിന്റെ നിയ്യത്തിന്റെ സമയം. ഇനി സുന്നത്താണെങ്കിൽ അസ്തമിച്ചത് മുതൽ പിറ്റേന്ന് അസർ വരെ സുന്നത്ത് നോമ്പിന്റെ നിയ്യത്ത് വെക്കാനുള്ള അവസരം ഹനഫി മദ്ഹബ് നൽകുന്നുണ്ട്. ഈ വിഷയത്തിൽ മാലിക്കി മദ്ഹബ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മാലിക്കി മദ്ഹബ് അനുസരിച്ച് രാത്രി തന്നെയാണ് നിയത്ത് വെക്കേണ്ടത്. എന്നാൽ മറ്റു മദ്ഹബുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്, റമദാനിന്റെ ആദ്യത്തെ രാത്രി ഈ മാസം മുഴുവൻ നോമ്പ് നോക്കുന്ന നിയത്ത് വെച്ചാൽ അത് ബാക്കിയുള്ള ദിവസത്തേക്ക് മതിയാകും എന്നാണ് മാലിക്കി മദ്ഹബ് അഭിപ്രായപ്പെടുന്നത്. അതേ രൂപത്തിൽ സുന്നത്ത് നോമ്പിന്റെ വിഷയത്തിലുള്ള നിയത്താണെങ്കിൽ അത് ഉച്ചക്ക് മുമ്പായിട്ട് നിയത്ത് വെച്ചാൽ സ്വഹിയാവുന്നതാണ്. ഈ വിഷയത്തിൽ ഷാഫി മദ്ഹബ് എന്താണ് അഭിപ്രായപ്പെടുന്നത്? നോമ്പിന്റെ നിയ്യത്ത്, അതായത് ഫർള് നോമ്പിന്റെ നിയ്യത്ത് രാത്രി ആയിരിക്കൽ നിർബന്ധമാണ്. മഗ്‌രിബിന് ശേഷം സുബഹിക്ക് മുമ്പായിട്ട് സംഭവിക്കണം എന്നർത്ഥം. ഇനി സുന്നത്ത് നോമ്പിന്റെ നിയ്യത്താണെങ്കിൽ അവൻ ഉച്ചവരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിച്ചവനാണെങ്കിൽ അവനിക്ക് ഉച്ചക്ക് മുമ്പ് സുന്നത്ത് നോമ്പിന്റെ നിയ്യത്ത് വെച്ചാൽ മതിയാകുന്നതാണ്. ഹംബലി മദ്ഹബിന്റെ അഭിപ്രായം കൂടി നമുക്കറിയാം. ഹംബലി മദ്ഹബ് അനുസരിച്ച് ഷാഫി മദ്ഹബ് പറഞ്ഞ അതേ രീതിയിലാണ്. അതായത് ഫർളായ നോമ്പിന്റെ നിയത്ത് വെക്കേണ്ടത് സൂര്യൻ അസ്തമിച്ച മുതൽ ഫജ്റിന്റെ വരെയാണ്. ഇനി സുന്നത്ത് നോമ്പിന്റെ നിയത്താണെങ്കിൽ ഉച്ചക്ക് മുമ്പ് നിയത്ത് വെച്ചാൽ മതി. പക്ഷേ ഒരു ഷർത്തുണ്ട്, നോമ്പ് മുറിയുന്ന ഒരു കാര്യങ്ങളും ഉച്ചക്ക് ഇടയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ഷർത്തോടു കൂടി ഉച്ചക്ക് മുമ്പ് നിയത്ത് വെച്ചാൽ മതി. നിയത്ത് വെക്കുന്ന സമയത്തിന്റെ വിഷയത്തിൽ ഏകദേശം എല്ലാ മദ്ഹബിനും ചില വിഷയങ്ങളിൽ സാമ്യമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. തഖ്ലീദിന്റെ സാധ്യതകളാണ് ഇത്തരം ചർച്ചകളിലൂടെ നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കുന്നത്. മദ്ഹബിന്റെ ദുർബലമായ കൗലുകൾ സ്വീകരിക്കുന്ന ഈ സമൂഹത്തോട് തഖ്ലീദും അനിവാര്യമാണ്, അത് ജായിസാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അഇമ്മത്തിന്റെ ഇഖ്തിലാഫ് ഉമ്മത്തിന് റഹ്മത്താണെന്ന നബിവചനം ഓർക്കുക. അഇമ്മത്തിന്റെ ഇഖ്തിലാഫിൽ നിന്നാണ് മദ്ഹബുകൾ രൂപീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ തഖ്ലീദ് സാധ്യമാകുന്ന വിധം നമുക്ക് അതിനെ പിൻപറ്റാം. ഇൻഷാ അല്ലാഹ് ഈ ചർച്ച നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ വന്ന ഉസ്താദുമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.